ഈ തിരുവത്താഴത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അപ്പം ഭക്ഷിക്കുന്നു എന്ന് പറയുന്നത് ഉടമ്പടിയുടെ ഓർമ്മയാണ്. അന്നേരമല്ല ഉടമ്പടി ചെയ്യുന്നത്. ഉടമ്പടി നമ്മൾ നേരത്തെ ചെയ്തു, പക്ഷെ നമ്മൾ ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പോറിങ്, അതെന്താണ്? ഞാനോ പാനീയയാഗമായി അർപ്പിക്കപ്പെടുന്നു എന്ന് പൗലോസ് പറയുന്നില്ലേ? അതൊരു സിംബോളിക് മീനിങ് ആണ്. അതായത് മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. അത് നമ്മൾ കുടിക്കുമ്പോൾ, അതുകൊണ്ടാണ് 55 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നോക്ക്, ആ യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിൻ്റെ ഒരു സൈനാണ്, സിമ്പലാണ്. അപ്പൊ തിരുവത്താഴം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ അതേസമയം അത് ആർക്കും മനസ്സിലാക്കാത്ത ഒരു കാര്യവുമല്ല. ഇതിനൊരു ആന്തരിക അർത്ഥമുണ്ട്. അല്ലാതെ ഇതിന്റെ ഗ്രീക്കും ഹീബ്രുവും ഒന്നും അല്ല വിഷയം. എന്താണ് ആന്തരിക അർത്ഥം? ഈ തിരുവത്താഴത്തിലൂടെ യേശു നിങ്ങളിലേക്ക് പ്രവേശിച്ച ഉടമ്പടിയെ പുതുക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ഓർക്കുകയാണ്. ഒരു ആഫ്രിക്കൻ ലേഡിയുടെ സ്റ്റോറി ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീ ഭയങ്കര ബഹളം ഉണ്ടാക്കി നടന്ന ഒരു നല്ല സൈസുള്ള, ഞാൻ ആഫ്രിക്കയിലാണ് ജീവിക്കുന്നതുകൊണ്ട് അറിയാം, നല്ല സൈസുള്ള ചില പെണ്ണുങ്ങളുണ്ട്. അവിടെ ഒരു പരിധി വരെ ഈ പുരുഷന്മാരെല്ലാം കള്ളം കുടിച്ച് നടക്കും. ഇവരാ ശരിക്കും പറഞ്ഞാൽ വീട് നടത്തുന്നത്. ഇവർ വീട് നടത്തുന്നത് കൊണ്ട് തന്നെ ഈ പുരുഷന്മാർ പറഞ്ഞാൽ ഇവരോട്ട് കേൾക്കത്തില്ല. അങ്ങനെ ഉണ്ട്. ഇയാൾ ഈ കള്ള് കുടിച്ചിട്ട് എന്നും വന്ന് ഇവളെ തല്ലുകയും പിടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവളങ്ങ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് തല്ലാൻ കൂടുതൽ സൗകര്യമായി. കാര്യം നേരത്തെ ഇവരും പിടിച്ചൊരു തള്ളുമായിരുന്നു. കള്ള് കുടിച്ച് തിരിച്ചു തല്ലാൻ തുടങ്ങുമ്പോൾ ഇവരും പിടിച്ച് ഒരു തള്ള അങ്ങോട്ടും കൂടെ കൊടുക്കുമായിരുന്നു. ഇപ്പൊ അതില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തല്ലാൻ വളരെ സൗകര്യമായി. 12 വർഷം ഈ സ്ത്രീ കഷ്ടം അനുഭവിച്ചു. 12 വർഷം കഴിഞ്ഞ് ഒരു ദിവസം ഇയാൾ പറഞ്ഞു, എടി ഇന്ന് ഞാനൂടെ നിന്റെ പള്ളിയിൽ വരിക. 12 വർഷം. അപ്പൊ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. രണ്ടുപേരും കൂടെ പള്ളിയിൽ പോയി. ഇയാള് പള്ളിയുടെ ഏറ്റവും പുറകിൽ പോയി ഇരിക്കുക. അയാൾ ആദ്യമായിട്ടാണ് പള്ളി കയറുന്നു. ഫസ്റ്റ് ടൈമാണ് ഒരു പള്ളി കയറുന്നത്. അപ്പൊ അയാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അയാൾ ആകെപ്പാടെ 2 മണിക്കൂർ ഒരുമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് കള്ള് ഷാപ്പിലല്ലാതെ വേറെ എങ്ങും എഴുതുന്നില്ല. ഈ പള്ളി വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആത്മീകരല്ലാത്തവർക്ക് പള്ളി വന്നിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇയാൾ എണീക്കാൻ നോക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, ഇറങ്ങി പോകാൻ നോക്കുന്നു. ആകെപ്പാടെ ഇങ്ങനെ വെകുളി പിടിച്ചിരിക്കുമ്പോഴാണ് തിരുവത്താഴത്തിന്റെ സമയം. അത് കണ്ടപ്പോൾ വീഞ്ഞൊക്കെ ഉയർത്തി, അയ്യോ ഇവിടെ ഇതുണ്ടോ? അയക്ക് ഭയങ്കര അത്ഭുതം. പക്ഷേ എല്ലാവർക്കും ഓരോ ചെറിയ കപ്പി കൊടുക്കുമ്പോഴത്തേക്ക് ഇയാൾക്കോ ഇത് പിടിച്ചിട്ട് എന്തെടുക്കാനാ. അങ്ങനെ തിരുവത്താഴത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞ് പോകാൻ നേരം ഈ സ്ത്രീയോട് ഇയാൾ ചോദിച്ചു, എടി നിങ്ങളുടെ പാസ്റ്റർ ഓരോ സ്പൂൺ വീഞ്ഞും കൊണ്ട് വരുന്നതുണ്ടല്ലോ, അവിടുത്തെ 9 കുപ്പി കുടിച്ചാൽ എനിക്കൊന്നും ആകത്തില്ല, ഇത് കുടിച്ചിട്ട് നിനക്കൊക്കെ എന്നാ കിട്ടാൻ? ഈ സ്ത്രീ വളരെ സൗമ്യതയോടെ, നമ്മുടെ വീട് മനുഷ്യനെ തിരുവത്താഴത്തെ കുറ്റം പറഞ്ഞേക്കല് കേട്ടോ, ദൈവം ശിക്ഷിക്കും എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ ഇവരൊരു ആത്മീയായ സ്ത്രീ ആയതുകൊണ്ട് അവർ പറഞ്ഞു, മൈ ഹണി, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. ഞാൻ പറയട്ടെ, എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വെൻ ഐ ടേക്ക് പാർട്ട് ഫ്രം ദ കപ്പ് ഐ ഫീൽ ഐ എം ഫുൾ. ഞാൻ അതിൽ നിന്ന് പങ്കാളിയാകുമ്പോൾ ഞാൻ നിറഞ്ഞവളായിത്തീരുന്നു. അവൾ വീഞ്ഞുകൊണ്ട് നിറഞ്ഞവളാവുകയല്ല, അവൾ യേശുവിനാൽ നിറയുകയാണ്. അതാണ് തിരുവത്താഴത്തിൻ്റെ അനുഭവം. യഥാർത്ഥത്തിൽ അർത്ഥം ഗ്രഹിച്ച് ദൈവികമായി തിരുവത്താഴത്തിൽ പങ്കെടുത്ത് പോകുന്ന ഒരു വ്യക്തി നിറഞ്ഞ വ്യക്തിയായിട്ട് ആ ഭവനത്തിലേക്ക് മടങ്ങി പോകുന്നത്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അല്ലാത്തവർക്ക് അത് അർത്ഥമില്ലായിരിക്കാം. കാണുന്നവർക്കെല്ലാം കൊടുക്കുന്നവർക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല. നിറഞ്ഞവളായി നമ്മള് യേശുക്രിസ്തു തിരുവത്താഴം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഭാഗങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് കാണുന്നത്. അത് നമ്മൾ പുതിയ നിയമത്തിൽ ലൂക്കോസിന്റെയും മത്തായിയുടെയും മർക്കോസിന്റെയും ലൂക്കോസിന്റെയും സുവിശേഷത്തിൽ വ്യക്തമായിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തിരുവത്താഴത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷെ അതിനു മുമ്പുള്ള പെസഹ ആചരണത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇത് രണ്ടാണ്. തിരുവത്താഴം എന്ന് പറയുന്നത് പെസഹ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. തിരുവത്താഴം വേറെ, പെസഹ വേറെ. തിരുവത്താഴത്തിന് ശേഷമാണ് യേശു കർത്താവ് പെസഹ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സീക്വൻസ് ഞാനൊന്ന് പറയാം.
അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഈ ഡിഫറൻസ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ച്, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് അവർ ചോദിച്ചിട്ട്, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ടൊരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവീൻ. അവൻ വിരിച്ചൊരുക്കി ഒരു വൻമാളിക കാണിച്ചതിന് അവിടെ ഒരുക്കുവീൻ എന്ന് അവൻ പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ പെസഹ ഒരുക്കി. പെസഹ ഒരുക്കുന്ന ഭാഗത്തേക്ക് പല ഭാഗങ്ങൾ ഞാൻ അതിനകത്ത് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, നമ്മൾ സമയക്കുറവുകൊണ്ട് എല്ലാ വേദഭാഗങ്ങളും വായിക്കുന്നില്ല. എങ്കിലും ആദ്യം സംഭവിക്കുന്നത് പെസഹ ഒരുക്കുകയാണ്. വിരിച്ചൊരുക്കിയ ഒരു വൻമാളികയിൽ, അതിന്റെ പശ്ചാത്തലമൊക്കെ അങ്ങനെ തന്നെ കിടക്കട്ടെ, അവർ പെസഹ ഒരുക്കി. ഇനി അതിന്റെ 22-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ അവൻ പറഞ്ഞത് ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് തിരുവത്താഴത്തെ കുറിച്ചല്ല, പെസഹ. അപ്പോൾ അവൻ രണ്ടാമത് നമ്മൾ കാണുന്നത് മാളിക മുറിയിൽ സന്ധ്യയ്ക്ക് അവർ ഭക്ഷണത്തിലിരിക്കുന്നതാണ്. ഇത് തന്നെ ഏകദേശം, ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലും മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ ഭക്ഷണത്തിനിരുന്നു എന്ന് പറയുന്നത് പെസഹയ്ക്ക് വേണ്ടി ഇരുന്നു എന്ന അർത്ഥത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിന് മുമ്പായിട്ടൊരു കാര്യം നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം, അതായത് ഭക്ഷണത്തിനിരിക്കുന്നതിന് മുമ്പായിട്ട് അവൻ എന്ത് ചെയ്യുന്നു? 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് എടുത്ത അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. യോഹന്നാൻ എഴുതുന്ന സമയത്ത് അത് ക്രോണോളജിക്കലായിട്ട് എഴുതാനൊന്നുമല്ല യോഹന്നാൻ ശരിക്കും പറഞ്ഞാൽ പരിശ്രമിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം എഴുതുന്നത് തന്നെ അവനിൽ ജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനും അവനിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾ ജീവൻ പ്രാപിക്കേണ്ടതിനും വേണ്ടി. അതുകൊണ്ട് ചരിത്രപരമായ ഒരു വിവരണം എന്ന നിലയിലല്ല യോഹന്നാൻ പലപ്പോഴും ഈ കാര്യത്തെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സുവിശേഷകന്മാർ എഴുതുമ്പോഴൊക്കെ നമ്മൾ ഈ സീക്വൻസ് അല്ലെങ്കിൽ ക്രോണോളജി മാത്രം നോക്കി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ക്രോണോളജി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടായിരിക്കാം, പക്ഷെ അർത്ഥമാണ് അവര് വലുതായിട്ട് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റെന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് എണീറ്റ്, ബാ മക്കളെ ഞാൻ നിന്റെ കാല് കഴുകാമെന്ന് പറഞ്ഞ് പോയെന്നല്ല അതിന്റെ അർത്ഥം. അവര് അത്താഴത്തിന് വേണ്ടി വന്നപ്പോൾ എന്നേ അവിടെ അർത്ഥമുള്ളൂ. അല്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് എണീറ്റ് പോയി കാല് കഴുകിയെന്നല്ല ഞാൻ പറഞ്ഞത്. പലപ്പോഴും ഈ വാക്കുകളെ പിടിച്ച് ചെയ്യുന്നവർ വേണമെങ്കിൽ അങ്ങനെയും ചിലപ്പോൾ തുടങ്ങിയിരിക്കും. നാളെ മറ്റൊരു സഭ ഉണ്ടാകാനും അത് മതി. ഏതാ, ഭക്ഷണം കഴിക്കുമ്പോൾ പകുതി ഇട്ടേച്ച് വേണം നിങ്ങൾ ഇറങ്ങിപ്പോയി കാല് കഴുകാൻ, അല്ലെങ്കിൽ പിന്നെ അല്ലേ? അതൊക്കെയാണ് ഈ ആചാരങ്ങളുടെ ഒരു വലിയ പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകുന്ന വിവരണമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്നാൽ കാൽ കഴുകി അവരോട് പത്രോസ് അവനോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്കറിയാം, നീ എൻ്റെ കാൽ കഴുകരുതെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് ഓഹരിയില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ കാൽ മാത്രമല്ല തലയും കൂടെ കഴുകും. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? എന്നിട്ട് അവരോട് സംവാദനം നടത്തുകയാണ്, അവരോട് സംസാരിക്കുകയാണ്. എന്തൊക്കെയാണ്? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, നിങ്ങൾ പറയുന്നത് ശരിയാണ്. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. യജമാനൻ ദാസനേക്കാൾ വലിയവനല്ല. നമുക്ക് ആ ഭാഗമൊക്കെ വായിക്കും, നമുക്കറിയാം ആ സംവാദം. എന്നാൽ അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇത് ആരെക്കുറിച്ച് എന്ന് അവൻ ചോദിക്കുന്നു. ഈ ഭാഗം, കാൽ കഴുകുന്ന ഭാഗം മറ്റുള്ള സ്ഥലങ്ങളിലില്ലെങ്കിലും ഈ ഭാഗം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും 14-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും ഇതേപോലെ എന്താണ്, അവനെ കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്ന ഈ വേദഭാഗം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ വേദഭാഗങ്ങളെല്ലാം കൂടെ പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് ഒരു ഏകദേശ നിലയിലുള്ള അർത്ഥം മനസ്സിലാകുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ
13-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശിമോൻ പത്രോസ് യോഹന്നാനോട് ആംഗ്യം കാണിച്ച് ചോദിച്ചു, അവൻ ആരെന്ന് നീ ഒന്ന് ചോദിക്കരുത്. പത്രോസിന് ചോദിക്കാൻ പേടിയായിരുന്നു, ഇനി നീയാന്ന് വല്ലതും പറഞ്ഞാലോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും, അറിയത്തില്ല. പക്ഷെ യോഹന്നാൻ ചോദിച്ചു. യോഹന്നാൻ ഒരു മടിയില്ല, കാര്യം അത് ഞാനല്ല എന്നുള്ളത് യോഹന്നാന് തീർച്ചയായിട്ടും അറിയാമായിരുന്നു. അവന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, അതെന്താണെങ്കിലും ഞാനല്ല. പത്രോസിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ആ കോൺഫിഡൻസ് ഇച്ചിരി ആവേശത്തിലുള്ള, ചിലർക്ക് ആവേശത്തിൽ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകും, ചിലർക്ക് സ്നേഹത്തിൽ നിന്ന് കോൺഫിഡൻസ് ഉണ്ടാകും. യോഹന്നാൻ ഉണ്ടായത് സ്നേഹത്തിൽ നിന്നുള്ള കോൺഫിഡൻസ് ആണ്. അവൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു, മരിച്ചാലും ഞാൻ ഇവനെ വിട്ടുപോകത്തില്ല. പത്രോസ് എല്ലാ അനുകൂല സാഹചര്യങ്ങളും കാണുന്ന സമയത്ത് ഞാൻ പോകത്തില്ല. അതങ്ങനെയാണ് പലപ്പോഴും ആളുകളെല്ലാം ഈ അനുകൂല സാഹചര്യം കാണുമ്പോൾ നമ്മൾ തന്നെ, അത് അവരുടെ കുറ്റമല്ല കേട്ടോ, അവരൊന്നും കള്ളന്മാരായിട്ടൊന്നും അല്ല. ഞാൻ ചിലപ്പം പണ്ട് ഞങ്ങളുടെ മിഷണറിമാരൊക്കെ ചെറുപ്പക്കാരായിരുന്ന സമയത്ത് അവരൊക്കെ കല്യാണം കഴിക്കാൻ വരുമ്പം ഞാൻ അവരോട് പറയും, പിള്ളേരെ നിങ്ങളവിടെ നാട്ടിൽ ചെന്ന് കല്യാണം കഴിക്കാൻ നോക്കുമ്പം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോട് ഇവിടുത്തെ കഷ്ടതയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയണം, അല്ലാതെ പറയാതെ കെട്ടിക്കൊണ്ട് വന്ന് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാകരുത് എന്ന് പറയും. ഇവന്മാരിവിടെ വന്നിട്ട് കഷ്ടത തന്നെയല്ല, ഉള്ളതും ഇല്ലാത്തതും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതുമായ കഷ്ടത എല്ലാം എന്ന് പറയും. അവിടെ തീയാണ്, നമ്മളങ്ങോട്ട് നടന്ന കാല് പൊള്ളും, അതാണ് ഇതാണ് മറ്റാണ്. അവിടെ തണുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊരിയും, ചൂട് വന്നു കഴിഞ്ഞാൽ വേകും, നമ്മുടെ ദേഹത്തോട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പൊള്ളി ഇളകും എന്നൊക്കെ അങ്ങ് പറയും. അത്രയൊന്നും ഇല്ല, എന്നാലും ഇതെല്ലാം കേട്ടിട്ട് പോകുന്നെങ്കിൽ അങ്ങ് പൊക്കോട്ടെ എന്ന് ചിന്തിച്ചായിരിക്കും പറയുന്നത്. അന്നേരമൊക്കെ ഈ സഹോദരിമാർ പറയുന്നതിനറിയാവോ, എന്നോടൊരു പ്രവചനം ഉണ്ടായിരുന്നു, ഞാൻ രക്തസാക്ഷിയായി മരിക്കുമെന്ന്. അത് രക്തസാക്ഷിയായി മരിക്കാൻ പോകുന്ന ആൾക്കാണോ ഈ വലിയ ചൂടും മറ്റും ഇല്ലേ, ആ ഒരു വലിയ തൻ്റെ ഇടത്തിലൊക്കെയാണ് ചെല്ലുന്നത്. അവിടെ വന്ന് ആദ്യത്തെ ചൂടുകാലമാകുമ്പോ തന്നെ പറയും, അച്ചായ നമുക്ക് വീട്ടിലൊന്ന് പോയാലോ, മമ്മി പറഞ്ഞായിരുന്നു ടിക്കറ്റ് അയച്ചു തരാമെന്ന്. ചൂട് കൊള്ളാനുള്ള ശക്തി മാർച്ച് മാസം ആകുമ്പോഴേ തീർന്നു കിട്ടും. കാര്യം 50-52 ഡിഗ്രി ചൂടൊക്കെ വരുമ്പം ഏത് പെൺപിള്ളേരാണെങ്കിലും അതൊക്കെ പറഞ്ഞു പോകും. അപ്പൊ ഞാൻ ഈ പിള്ളേരോട് പറയും, എടാ അത് കേട്ടൊന്നും നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾ അന്ന് പറഞ്ഞത് കള്ളമൊന്നും അല്ല, ആഗ്രഹം കൊണ്ട് പറഞ്ഞത്. അവൾക്ക് ഇപ്പോഴും രക്തസാക്ഷിയാകാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ ചൂട് നേരത്തെ അനുഭവിച്ചിട്ടില്ലല്ലോ, അനുഭവിക്കുമ്പോഴല്ല ഇതൊക്കെ അറിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് വലിയ വീരവാദമൊക്കെ മുഴക്കിയത് കൊണ്ട് അതെല്ലാം നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അനുഭവിക്കുമ്പോഴെല്ലാം നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് ആവേശത്തിൽ വലിയ ഡിക്ലറേഷൻസ് ഒന്നും നടത്തുകയാണെങ്കിൽ എന്ത് വേണം, സ്നേഹത്തിൽ അല്ലേ. വലിയ ഡിക്ലറേഷൻസിനൊന്നും പോകണ്ട, കർത്താവേ നീ കൃപ തരികയാണെങ്കിൽ എന്നും കൂടെ പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ബുദ്ധി, അല്ലെങ്കിൽ പിന്നെ ഒടുവിൽ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ശിമോൻ പത്രോസ് ഇത് ചോദിച്ചപ്പോൾ അവൻ യേശുവിനെ നെഞ്ചോട് ചാഞ്ഞ്, കർത്താവേ അത് ആരെന്ന് ചോദിച്ചു. ഞാൻ കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശിമോൻ ഇസ്കറിയാത്തിന്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. ഇത് പെസഹയാണ്, ഇത് തിരുവത്താഴമല്ല. യൂദ തിരുവത്താഴത്തിനല്ല പങ്കെടുത്തത്, പെസഹയിലാണ്. കാരണം എന്താ, തിരുവത്താഴത്തിൽ അപ്പകണ്ണം ചാറിൽ മുക്കി കൊടുക്കാൻ അവിടെ ചാറും ഒന്നുമില്ല. കഷണം ചാറിൽ മുക്കി കൊടുക്കുന്നത് എവിടെയാ, പെസഹ ഭക്ഷണത്തിലാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് പെസഹയുടെ ദിവസം ആ പെസഹ അത് കഴിഞ്ഞപ്പോൾ 13-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഞാൻ അപ്പകണ്ണം മുക്കിക്കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശിമോൻ ഇസ്കറിയാത്തോവിന്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. കണ്ണം വാങ്ങിയ ഉടനെ തന്നെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഇന്നതിനെ കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിലിരുന്നവരാരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദയുടെ പക്കലാകൊണ്ട് പെരുന്നാളിന് വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശുവിനോട് കൽപ്പിക്കുന്നുവെന്ന് ചിലർക്ക് തോന്നി. കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. കണ്ടോ, ഇത് കഴിഞ്ഞിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, തിരുവത്താഴം നടക്കുന്നത്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കാണുന്നത് 22-ാമത്തെ അധ്യായത്തില് നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ഭാഗത്ത് തന്നെ അവിടെ 15-ാമത്തെ വാക്യത്തിൽ അവൻ അവരോട് ഞാൻ കഷ്ടമനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിന് നിവൃത്തിയാകുമ്പോൾ ഞാൻ ഇന്ന് കഴിക്കയില്ല എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇനി മുതൽ കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി. നോക്ക്, ആദ്യം അപ്പം കൊടുത്തതാ, ആദ്യം വീഞ്ഞും കൊടുത്തതാ. ആദ്യം അപ്പവും വീഞ്ഞും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം. നോക്കുക, ആദ്യം പറഞ്ഞത് ഞാൻ കഷ്ടം അനുഭവിക്കും,
അവർ ഭക്ഷണത്തിലിരുന്നു. 14 വാക്യത്തിൽ സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാർ ഭക്ഷണത്തിലിരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. ഇത് ദൈവരാജ്യത്തിന് നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കയില്ല. ഇനി അത് കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ കഴിച്ചു. എന്നിട്ട് പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ. അപ്പൊ ഒരു ഭക്ഷണം എന്ത് ചെയ്തു? കഴിഞ്ഞു. ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ. ഇത് എൻ്റെ ശരീരത്തിന്റെ ഓർമ്മയ്ക്കായി ചെവിന്ന് അവിടെ പറയുന്നില്ല. ഇതെന്റെ രക്തമാണെന്ന് അവിടെ പറയുന്നില്ല. അത് പെസഹയാ. അത് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. നോക്ക്, പിന്നെ ഒരപ്പം എടുത്തു. ഇത് ഏതപ്പമാ?